ഹായ് ഓൾ, വെൽക്കം ടു കാറാക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഗ്ലോബലി 9 ലക്ഷം യൂണിറ്റ് സെല് ചെയ്തിട്ടുള്ള ഒരു മോഡലുമായിട്ടാണ്. പ്രീമിയം SUV ആണ് നമ്മുടെ സ്കോഡ കോഡിയാക് 2025. യെസ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ക ഒരു ബോൾഡ് ലുക്കിംഗ് ആണ് വെഹിക്കിളിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫേസിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു സ്കോഡയുടെ ആ ഒരു നമ്മുടെ ഗ്രില്ലിലേക്ക് വന്നാൽ തന്നെ നല്ല ഒരു ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹെഡ് ലാംപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ DRLs കൊടുത്തേക്കുന്നത് കാണാം. സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നൊക്കെയുള്ള ഒരു ലെറ്ററിംഗ് ഒക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു എയർ കട്ടൻസ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ വേണ്ട ഒരു വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്കിവിടെ ഒരു ഹൊറിസോണ്ടലായിട്ട് നമുക്കൊരു LED സ്ട്രിപ്പ് പോയേക്കുന്നത് കാണാം. എന്നിട്ട് ഈ ഒരു കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇന്നിപ്പോൾ ഈ ഒരു പകൽ ലൈറ്റിൽ നമുക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് വളരെ അട്രാക്റ്റീവായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 360 ഡിഗ്രി ആ ക്യാമറ കൊടുത്തേക്കുന്നത് കാണാം. സ്കോഡയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ആ ഒരു എയർ ഡാം കൊടുത്തേക്കുന്നത്. അഡാസിൻ്റെ സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് അല്ലാതെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു ലിപ്പ് പോലൊരു ഭാഗം വന്നിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മാസീവ് ലുക്കും ആ ഒരു ബോൾഡ് സ്റ്റാൻസുമാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ക്യാമറ യൂണിറ്റാണ് ആ കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 18 ഇഞ്ച് അലോ വീൽസ് ആണ് വരുന്നത്. എയറോ ടൈപ്പ് ഡിസൈനാണ് ആ ഒരു അലോയ്സിന് കൊടുത്തേക്കുന്നത്. നമുക്ക് ടയറിൻ്റെ ഒരു സൈസ് വരുന്നത് 235/55 R18 ആണ് ടയർ സൈസ് വരുന്നത്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ലോറൻ ക്ലെമൻ്റ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തേക്കുന്നതാണ്. നമുക്കിപ്പം കോഡിയാക്ക് 2 വേരിയൻറ്റിലായിരുന്നു വരുന്നത്. ഒന്ന് LNGയിലും പിന്നെ നമുക്ക് സ്പോട്ട് ലൈനും വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 4.7 മീറ്ററിന് മുകളിൽ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് വീൽ ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2791 mm ആണ്. നമുക്ക് ആ ഒരു വിഷ്വലി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്ര നല്ല സ്റ്റാൻസ് ആണ് വെഹിക്കിളിൻ്റെ. പിന്നെ 150 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് വെഹിക്കിളിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡോർ അൺലോക്ക് ആകുന്ന അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ മോഡേൺ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിററിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മാറ്റ് സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു D പില്ലറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇങ്ങനെ ഒരു ചരിഞ്ഞൊരു സ്ലോപ്പി ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ബാക്കിലേക്ക് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 7 സീറ്റർ വെഹിക്കിളാണ് വരുന്നത്. ഇനിയിപ്പോൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ സൈഡ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള രീതി തന്നെയാണ് നമുക്ക് ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കൊടുത്തേക്കുന്നത്. ഷേപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് LED ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഇതേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ സൈഡിലേക്ക് നല്ല ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. എന്താണ് ഇവിടെ സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്നൊക്കെ കൊടുത്തേക്കുന്നതാണ്. മുകളിൽ നമുക്കൊരു സ്പോയിലർ ടൈപ്പ് രീതിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തേക്കുന്നതാണ്. മുകളിലൊരു ഷാർക്ക് പിന്നാൻറ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫോർഗർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്കോഡ എന്നുള്ള നല്ല വലുപ്പത്തിൽ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പോയേക്കുന്നത്. പിന്നെ നമുക്കിവിടെ കോഡിയാക്ക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മഴ പെയ്ത് തുടങ്ങി, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. 4x4 എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിളാണ് വരുന്നത്. പിന്നെ സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് വേണ്ടി ഇവിടെ ഒരു ബോഡി കളറല്ല വരുന്നത്. നമുക്ക് ആ ഒരു നോർമൽ രീതിയിലാണ് വരുന്നത്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡിക്കി ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് 1 ടച്ചിലിങ്ങനെ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ്. ബാക്കിൽ നമുക്ക് ഇപ്പം 281 ലിറ്റേഴ്സോളമാണ് നമുക്കിപ്പം 3 റോയും ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് സ്പെയർ വീൽ വരുന്നുണ്ട്. സ്പേസ് സേവർ വീലാണ് വരുന്നത്.
ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാനൊക്കെ അത്യാവശ്യം അവിടെ സ്പേസ് കൊടുത്തേക്കുന്നത് കാണാം. 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇവിടെ നമുക്ക് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലേ ആ സെക്കൻഡ് റോയിൽ നമുക്കങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് നമ്മളല്ലാതെ ഇങ്ങനെ മറിച്ചിടുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. എൻ്റെ ഇവിടെ നമുക്ക് കണ്ടില്ലേ ആ രീതിയിൽ ഫ്ലിപ്പ് ചെയ്യാം. ഇത് ഫുള്ള് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1900 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഫുള്ള് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു സ്പേസ് കിട്ടും. ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ നേരെ ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വേറൊരു ഫീച്ചർ കാണിക്കാം. ഇതേണ്ടത് കണ്ടോ, ഈ ഒരു ഡോർ ഗാർഡ്, അത് വളരെ ക്ലവറായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം, വിഷ്വലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അത് നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡോറൊക്കെ വന്ന് എപ്പോഴും തട്ടാനൊക്കെ സാധ്യത കൂടുതൽ. അപ്പോൾ ആ ഒരു ഭാഗത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓപ്പൺ ആകുന്നത് അതൊക്കെ നല്ല ഒരു തോട്ടാണെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ സ്കോഡ കോഡിയാക്കിൻ്റെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല, പക്ക പ്രീമിയം എന്ന് തന്നെ എടുത്ത് പറയേണ്ട രീതിയിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു ഇൻറ്റീരിയർ ഫുള്ള് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ആദ്യമേ തന്നെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് മുകളിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തത്, ഒരു ചെറിയ മാറ്റ് ഫിനിഷ് പോലെയാണ് കൊടുത്തേക്കുന്നത്. സോഫ്റ്റ് ടച്ച് ആണ് അവിടെയും കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു ടാൻ കളർ കൊടുത്തേക്കുന്നത് കാണാം, ഒരു സ്റ്റിച്ചിങ് ഒക്കെ പോയേക്കുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ അതിൻ്റെ താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തത്. ഈ ആംബിയൻ ലൈറ്റ് തന്നെ ഇവിടെ വിട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഡോറിൻ്റെ അവിടെയൊക്കെ പോയേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ക്യാൻറ്റണിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. 13 സ്പീക്കേഴ്സാണ് വിത്ത് സബ് വൂഫറാണ് വരുന്നത് വെഹിക്കിളിൽ. നമുക്ക് ഇനിയിപ്പോൾ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു 12.5 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സിൻ്റെ അതിൻ്റെ അസിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ വേണ്ട നമുക്കിവിടെ ഒരു പാർക്ക് അസിസ്റ്റ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ വേണ്ട ഇതാണ് നമ്മുടെ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു വ്യൂ വരുന്നത്. ഇവിടെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് വന്ന ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ആംബിയൻ ലൈറ്റ്സിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ടെറൈൻ മോഡ്സുകൾ വരുന്നുണ്ട്, ഓഫ് റോഡ് അതിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ഇൻ്റർഫേസ് തന്നെയാണ്. നമുക്ക് ടച്ചൊക്കെ ആണെങ്കിലും നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ആ ഒരു AC വെൻ്റൊക്കെ നല്ല ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു അഡ്ജസ്റ്ററൊക്കെ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട്. ആ ഒരു മാറ്റ് സിൽവർ ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ക്ലവറായിട്ട് സ്കോഡ സിംപ്ലി ക്ലവർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ടച്ചിൽ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് സീറ്റ് കൂളിംഗ് ഫംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. പിന്നെ അല്ലാതെ തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഈ ഒരു റോട്ടറി സ്വിച്ചിൽ തന്നെ നമുക്ക് ഫാൻ സ്പീഡ് കൂട്ടാം, വോളിയം കൂട്ടാം. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ടെറൈൻ മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു 3-4 ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ റൊട്ടേറ്ററി സ്വിച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീറ്റ് വന്നിട്ട് നമുക്ക് കൂളിങ്ങും ഹീറ്റിങ്ങും ഒക്കെ പറ്റുന്ന ഒരു സീറ്റാണ്. അത് കൂടാതെ മസാജിങ് ഫംഗ്ഷനുണ്ട്. ന്യൂമാറ്റിക് മസാജാണ് ഫംഗ്ഷൻ വരുന്നത്. നമ്മുടെ ആ ഒരു ബാക്കിലത്തെ ആ ഒരു ലംബാറിൻ്റെ ഭാഗത്തൊക്കെ വളരെ അടിപൊളി ഒരു ഫീച്ചറാണ്. ഞാനത് ഇട്ട് യൂസ് ചെയ്തായിരുന്നു, ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സീറ്റിൽ വരുന്നുണ്ട്. മസാജ് ഫംഗ്ഷൻ വരുന്നുണ്ട്, മെമ്മറി ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ റിക്ലൈനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇലക്ട്രിക്കലി ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 12 ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 Type C പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഡിയാക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ അവിടെ കൊടുത്തേക്കുന്നത് കാണാം. അത് ഒരു നല്ല തോട്ടാണ്. ഇനിയിപ്പോൾ കണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇതാണ് നമ്മുടെ കീ വരുന്നത്. വളരെ നല്ല പ്രീമിയം ഫീലുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വേറൊരു വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഇപ്പോൾ നിങ്ങൾ 2 കപ്പ് ഹോൾഡറിൽ കാണുന്നത്, ഇതിപ്പോൾ കണ്ടോ 4 കപ്പ് ഹോൾഡറായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്ലവർ തോട്ട്സുകൾ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അല്ലാതെ തന്നെ ആ ഒരു സ്പേസ് ഇപ്പോൾ 2 കപ്പ് ഹോൾഡറിൻ്റെ ആവശ്യമുള്ളെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്പേസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ആംറസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കിതിപ്പോൾ ആവശ്യമില്ലാത്ത സമയത്ത് ഇതെല്ലാം ക്ലോസ് ചെയ്ത് ഇങ്ങനൊരു സെൻട്രൽ കൺസോൾ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. ഇനി ഈ ഒരു ടാൻ ഫിനിഷും ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല യോജിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണെന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നമുക്കിനിയും നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 10.5 സ്ക്രീനാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമുക്ക് വേണ്ട ഒരു എല്ലാം അറിയാം, ഡിസ്റ്റൻസ്, ടൈം, ആവറേജ് മൈലേജ്, പിന്നെ നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇവിടെ മാപ്പ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ ഒരു നമ്മുടെ ഇവിടെ നമുക്ക് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മുടെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ അതുകൂടെ കോമ്പസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റേഡിയോയുടെ ആ ഒരു മീഡിയയുടെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൈലേജ്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് കിടക്കുന്നതുകൊണ്ട് 5.1 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു ഷൂട്ടിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തും അത്യാവശ്യം പല രീതിയിലുള്ള ഡ്രൈവിംഗ് കണ്ടീഷനിലാണല്ലോ. നമ്മുടെ എൻജിൻ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ആ ഒരു സ്ക്രീനിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്, ലെതർ ആ ഒരു രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നല്ല സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നത് നല്ല രീതിയിലാണ്, വളരെ കംഫർട്ടബിളായിട്ട് പിടിക്കാം. ഇവിടെ നമുക്ക് സ്കോഡ എന്നുള്ള ഒരു നല്ല ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസിൻ്റെ സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്ന ഇവിടെ ഇപ്പം നമ്മുടെ ഗിയർ നോബ് എവിടെയെന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇതുണ്ട്, ഇവിടെയാണ് നമുക്ക് ഗിയർ നോബ് വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇതിങ്ങനെ മേലോട്ട് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടോ, ഡ്രൈവ്, ന്യൂട്രൽ, സ്പോർട്ട്, റിവേഴ്സ്, ഇങ്ങനെ നമുക്ക് ഓരോ രീതിയിൽ താഴോട്ട് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടോ റിവേഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ പാർക്ക്. പിന്നെ അതുകൂടെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിൻ്റെ ഓട്ടോ ഫംഗ്ഷനും അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ കൊടുത്തേക്കുന്നത്. ഇത്രയാണ്. ഞാൻ പിന്നെ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ബാക്കിയുള്ള ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടി ഇവിടെ നമുക്ക് ആ ഒരു മിററിൻ്റെ കൺട്രോൾസും ഒരു പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ അവിടെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ IRVM ഒക്കെ നമുക്ക് ഓട്ടോ IRVM ആണ് വരുന്നത്. ഇനിയിപ്പോൾ നല്ലൊരു ഗുഡി ഫീച്ചർ ഞാനിപ്പോൾ കാണിക്കാം. ഇതേണ്ട ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ പാനോറമിക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനായിട്ട് കണ്ട് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, പുള്ളി ഓപ്പണായി വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി കൈകൊണ്ട്. ആ ഒരു രീതിയിലുള്ള മോഷൻ സെൻസേഴ്സ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല ഒരു ക്ലെവറായിട്ടുള്ള ഒരു തോട്ടായിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ നമുക്ക് ആ ഒരു ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കൺട്രോൾസ് നമുക്ക് മാറ്റുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ സീറ്റിലെ വിശേഷങ്ങളൊക്കെ പറയാനുള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മൾ ജർമ്മൻ വെഹിക്കിൾസിലൊക്കെ കാണുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ആണ് വേണ്ടി ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ കോഡിയാക്കിൻ്റെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയുന്ന ഈ ഒരു ലെഗ് സ്പേസും നമ്മുടെ ഈ ഒരു പ്ലെൻറ്റി ആയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റാണ് തന്നെ എടുത്ത് പറയേണ്ടതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 ഫിംഗർ ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇനി റൂമാണേലും ഒന്നും ഒരു കുഴപ്പമില്ല. നമുക്കിവിടെ സെൻറ്റർ ടണൽ വരുന്നുണ്ട്. പിന്നെ 2 Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 സോൺ AC ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അവിടെ 2 കോ ഡ്രൈവറിനും ഡ്രൈവർ സീറ്റിലും നമുക്ക് 2 ടെമ്പറേച്ചർ അവിടെയും സെറ്റ് ചെയ്യാം. അങ്ങനെ 3, അതായത് 3 സോൺ AC ആണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഒക്കെ ഈ ഒരു വെൻറ്റിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആംറസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഈ സീറ്റ് നമുക്ക് റിക്ലൈനിങ് ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഞാനിപ്പോൾ നല്ല രീതിയിൽ റിക്ലൈൻ ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്ട്രാപ്പ് ഉണ്ട്, ഇതിങ്ങനെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഇത്രയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വളരെ കംഫർട്ടബിളായിട്ട് പോകാം. ഇവിടെ നമുക്ക് വേണ്ട ഇവിടെ ഒരു സൺ ബ്ലൈൻഡ്സ് ഒക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. നല്ലൊരു ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെ ഒരു മൊബൈൽ പൗച്ച് പോലെ നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം അവിടെ അങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇവിടെയൊക്കെ നല്ല ഫയൽ പോക്കറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ട ഇവിടെ മൊബൈൽ നമുക്കൊക്കെ വെക്കാനായിട്ട് അങ്ങനെ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഐസോഫിക്സ് കൊടുത്തേക്കുന്നത് കാണാം. ഡോർ പോക്കറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പീക്കർ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ആംബിയൻ ലൈറ്റ്സ് മുകളിൽ കൊടുത്തേക്കുന്നത് കാണാം. ഇതാണ് ഞാൻ ആ ടെക്സ്റ്റേർഡ് ഫിനിഷ് പറഞ്ഞത്. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് റോയിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങളെ ജസ്റ്റ് ഒന്ന് തേർഡ് റോയും കൂടെ ഞാനൊന്ന് കാണിക്കാം. അത് മെയിനായിട്ട് നമുക്കൊരു ഒരു ചൈൽഡ് റെക്കമെൻഡബിൾ സീറ്റാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു സ്പേസ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ തേർഡ് റോയിലേക്ക് ഒന്ന് കയറി ഒന്ന് കാണിക്കാം നിങ്ങളെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് തേർഡ് റോയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ നമുക്ക് ഇവിടെ ഈ ഒരു സീറ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യണം ഇങ്ങോട്ട് മുമ്പോട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കീയിൽ വൺ ടച്ചാണ്. ഇവിടുന്ന് വേണം നമുക്കിങ്ങനെ കയറാൻ. ഇപ്പോൾ വേണ്ട ഈ ഒരു സ്പേസാണ്. ഇതിപ്പം അത്യാവശ്യം നമ്മൾ ബാക്കിലോട്ട് റിക്ലൈൻ ചെയ്തിട്ടേക്കുവാണ്. ഇത്രയൊരു സ്പേസാണ്. മെയിനായിട്ട് ഇവിടെ നമുക്കൊരു ചൈൽഡ് ഒക്യുപ്പൻസി ആണ് കൊടുത്തേക്കുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ കോഡിയാക്കിൻ്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് എഞ്ചിൻ സ്പെക്കിലേക്ക് പോകാം. നമുക്ക് 2 ലിറ്റർ TSI ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്, പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിൾ വരുന്നത്. പിന്നെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 203 PS 320 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല എന്ന് തന്നെ എടുത്തു പറയണം. നമുക്ക് എങ്ങും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അത്ര ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു വെഹിക്കിൾ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്മിഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് വരുന്നത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഗിയർ ചേഞ്ച് ആകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു രീതിയിലും ഡ്രൈവ് ബോറാക്കുക അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പുണ്ടാക്കുന്ന രീതിയല്ല, വളരെ കംഫോർട്ടബിളാണ്. പിന്നെ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ആ ഒരു മാനുവൽ ആ ഒരു രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു പ്ലഷറായിട്ടൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ആ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവ് നമുക്ക് എത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഈ ഒരു സ്കോഡ എന്ന് പറയുന്ന ബ്രാൻഡിൽ നമ്മൾ പൊതുവേ അവരുടെ ആ ഒരു ഫീൽ അങ്ങനെയാണല്ലോ. എല്ലാ വെഹിക്കിളിനാണെങ്കിലും ലൈനപ്പ് എടുത്താലും നമ്മുടെ ഒരു സസ്പെൻഷനിലേക്കൊക്കെ വന്നാലും അതിൻ്റെ കംഫോർട്ട് ഒരു രക്ഷയില്ല. നമ്മൾ എത്ര മോശം റോഡുകളിലൂടെ പോയാലും അതൊന്നും അറിയാൻ തന്നെ ഇല്ല. ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് മക്ഫേഴ്സൺ ടച്ചാണ്, ബാക്കിൽ വരുന്നത് നമുക്ക് മൾട്ടി എലമെൻറ്റ് ആക്സിലാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫോർട്ടബിളായിട്ട് അത്യാവശ്യം ബാഡ് റോഡ്സിലൂടെ ഒക്കെ നമുക്ക് എടുത്ത് പോകാൻ പറ്റും. എങ്ങും ഒരു നമുക്കൊരു ജെർക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മൈലേജ് നമുക്ക് അറിയാമല്ലോ, ഇതിപ്പോൾ ഇത്ര ഒരു വലിയ എഞ്ചിനാണ്, പിന്നെ പെട്രോൾ എഞ്ചിനാണ്. പിന്നെ നമുക്ക് അതൊക്കെ വരുമ്പോഴത്തേക്കിനും ഇപ്പോൾ എനിക്ക് അങ്ങനെ മൈലേജ് ഇപ്പോൾ ഈ ഒരു ഡ്രൈവിൽ നോക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാനിപ്പം നമ്മൾ വണ്ടി നിർത്തിയും എടുത്തുമൊക്കെ പോകുമ്പോൾ തന്നെ ഇപ്പം നമുക്കൊരു ആവറേജ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഈ ഒരു ഡ്രൈവിനകത്ത് കാണിച്ചത് നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിൽ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 hour റേഞ്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു വെഹിക്കിൾ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൈലേജ് അങ്ങനെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെപ്പോഴും നല്ല പൊളിച്ചോടിക്കാനേ തോന്നത്തുള്ളൂ. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, എക്കോ, നോർമൽ, സ്പോർട്ട്. അതുകൂടാതെ പിന്നെ ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്നത് കഴിഞ്ഞാൽ സ്നോയ്, ഇൻഡിവിജ്വൽ, അങ്ങനെ നമുക്ക് ആ ഒരു മോഡ്സ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ല. ഇവിടെ ഞാൻ കാണിക്കാതെ നിങ്ങളെ, ഇവിടെ കണ്ടില്ല, സ്പോർട്ട്, സ്നോയ്, ഇൻഡിവിജ്വൽ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടെറൈൻ മോഡ്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ADAS Level 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ ABS, EBD അങ്ങനെയുള്ള എല്ലാ വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു എക്സ്ഷോറൂം എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന LNK ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ഇത് വരുമ്പോഴത്തേക്കും 48 ആണ്. സ്പോർട്ട് ലൈൻ വരുമ്പോൾ ഒരു 46 ആ ഒരു റേഞ്ച് വരും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. LNK ഒരു ഓൺ റോഡ് എനിക്ക് തോന്നുന്നു ഒരു 63 അപ്രോക്സിമേറ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ EVM സ്കോഡയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.